നമ്മളെ സേവിയറേട്ടയും പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടോ, ഇത്രയും മനോഹരമായിട്ടുള്ള ബീച്ച് മൊത്തം നശിപ്പിച്ചിട്ടേക്കുക. കേരളത്തിലെ മറ്റെല്ലാ ബീച്ച് പോലെയും അർത്തുങ്കൽ ബീച്ചും വളരെയധികം മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വരുന്ന ആൾക്കാർ അവർക്ക് തോന്നിയ രീതിക്കാണ് വേസ്റ്റ് എല്ലായിടത്തും ഇടുന്നത്. കേരളത്തിൽ സൂര്യൻ കടലിൽ ഉദിക്കാറില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കേരളത്തിലെ ബീച്ചുകളിൽ രാവിലത്തെ സൂര്യൻ ഉദിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ ഞങ്ങളുള്ളത് നമ്മുടെ അർത്തുങ്കലിലെ ബീച്ചിലാണ്. നമ്മുടെ ചേർത്തലയിൽ നിന്ന് കുറച്ചൊരു 5 കിലോമീറ്റർ മാറിയുള്ള അർത്തുങ്കലിലെ ബീച്ചിലാണ്. അപ്പം ശരണ്യക്ക് എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ പോകണമെന്ന്. പക്ഷെ ഞാൻ അവൾക്ക് ആ സസ്പെൻസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം കേരളത്തിൻ്റെ ബീച്ചുകളിൽ സൂര്യൻ ഉദിക്കാറില്ല. അതിനുള്ള കാര്യം വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ ഒരു ഷേപ്പാണ്. കാരണം സൂര്യൻ ഉദിക്കുന്ന എവിടെ കിഴക്കാണ് ഉദിക്കുന്നത്, അസ്തമിക്കുന്നതാണ് പടിഞ്ഞാറ്. അപ്പോൾ നമുക്ക് സൂര്യൻ ഉദിക്കുന്ന കാണാൻ പറ്റില്ല. പക്ഷേ ചന്ദ്രൻ അസ്തമിക്കുന്നത് കണ്ടോ, നമ്മുടെ പുറകെ നേരെ പുറകെ ചന്ദ്രനുണ്ട്. ചന്ദ്രൻ അസ്തമിക്കുന്ന കാണാം. പക്ഷെ കടൽ നല്ല ശാന്തമായിരിക്കും രാവിലെ. അതൊക്കെ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. കടൽ കാണാം. ഇതേ പുറകിലുണ്ടോ, പുറകിൽ ആ ഒരു കളർ ഗ്രേഡിങ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരുന്നതാണ്. അപ്പോൾ നല്ല രസമാണ് രാവിലെ ബീച്ചിൽ കയറി. ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അർത്തുങ്കൽ പള്ളിയിൽ വന്നതാണ്. അപ്പോൾ അവിടെ കടലൊന്നും കാണാനായിരുന്നു. കാരണം കടൽ ഇതുപോലെ ശാന്തമായിട്ട് കാണണമെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ചെറിയ സമയത്ത് മാത്രമേ കടൽ ഇങ്ങനെ ശാന്തമാകത്തുള്ളൂ. പക്ഷെ ഇത് 100% ശാന്തമാണെന്ന് വെച്ചാൽ ശാന്തമല്ല. കാര്യം കടൽ കുറച്ച് ആക്റ്റീവായി. കാരണം ഇച്ചിരി കൂടെ ഒരു 5 മണി 5:30 ആകുമ്പോൾ കടൽ കുറച്ചും കൂടെ ശാന്തമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, കേരളത്തിൽ സൂര്യൻ കടലിൽ ഉദിക്കാറില്ല. നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളും, അത് നമ്മുടെ താഴെ തിരുവനന്തപുരം തൊട്ട് അങ്ങ് മേളി ഗുജറാത്ത് വരെ എങ്ങും സൂര്യൻ രാവിലെ ഉദിക്കാറില്ല, അസ്തമിക്കാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നതാണ് അർത്തുങ്കലിലെ ബീച്ച്. നല്ല രസമുണ്ട്. രാവിലെ നല്ല റിഫ്രഷ്മെൻ്റ് ആണ്. ഇവിടെ ഒത്തിരി ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ബോട്ട് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കിട്ടുമോ നോക്കാം. കടൽ നിങ്ങൾ തിരി വരുമ്പോൾ കാണണേ. നമുക്ക് ആ ചന്ദ്രൻ അസ്തമിക്കുന്നത് മാത്രമേ നമുക്ക് രാവിലെ കാണാൻ പറ്റത്തുള്ളൂ. ഒരു ബോട്ട് അങ്ങോന്ന് വരുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല, ബോട്ട് അങ്ങോന്ന് വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പം ശരണ്യ ഇടുക്കിയുള്ള ആളാണ്. അപ്പോൾ കടൽ കണ്ടിട്ടില്ലായിരുന്നു. 2019 അവൾ ആദ്യമായിട്ട് കടൽ കാണുന്നത്. അത് ഞാനാണ് കൊണ്ട് കാണിച്ചത്. അപ്പം ഞങ്ങൾ ആലപ്പുഴ ബീച്ചാണെന്ന് പോയത്. അപ്പോൾ ശരണ്യയുടെ ഒരു വിചാരം നമ്മുടെ ആലപ്പുഴ സൈഡിലെ ഏത് ബീച്ച് വന്നു കഴിഞ്ഞാലും അത് ആലപ്പുഴ ബീച്ചാണെന്നാണ്. പക്ഷെ ശരിക്കും ഇത് അർത്തുങ്കലിലെ ബീച്ചാണ്. അവൾക്കത് മാറിപ്പോയി. പക്ഷെ അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതെ. ഹലോ ഫ്രണ്ട്സ്, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം പറയാനുണ്ട്. ശരണ്യയുടെ പുതിയൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞങ്ങളതിൻ്റെ പേര് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ച് പേരൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞങ്ങളുടെ പുതിയ ചാനലിൽ UK വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ശരണ്യ നാട്ടിൽ ഉണ്ടായിരിക്കത്തില്ല, ശരണ്യ UK അപ്പം ഓക്കെ. ആ നോക്കാം എന്ത് ചെയ്യും, അത് കുഴപ്പമില്ല. പിന്നെ കാഴ്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യം വെച്ചാൽ, ഇപ്പോൾ ശരണ്യ UK പോകുന്നുണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ആ ഒരു പ്രസൻസ് എല്ലാം ലാസ്റ്റായിട്ട് നമുക്ക് ഇനി ഒരു 1-2 വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് കാണാൻ വേണ്ടി വന്നതും കൂടാണ്. നല്ല വൈബാണ്. കേരളത്തിൻ്റെ ആ ഒരു ഫീലും ഈ ഒരു ക്ലൈമറ്റൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസിലേക്ക് കിടക്കാം. ആ ബോട്ട് വരുന്നത്, ഞങ്ങൾ ആ ബോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. ആ ബോട്ട് വന്നിട്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാനാണ്. പക്ഷെ ബോട്ട് വരുന്നില്ല. ചിലപ്പോൾ അവർ അവിടെ ആയിരിക്കും മീൻ പിടിക്കുന്നത്. അതുകൊണ്ട് ആ ബോട്ടിനകത്ത് ഒരു പൊടിയും പിടിച്ചിട്ടുണ്ട്. അവിടെ എന്തോ ഒരു വെള്ള സാധനം വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, പൊങ്ങി. ചിലപ്പോൾ അവരുടെ മീൻ പിടിക്കുന്നതായിരിക്കും കേട്ടോ. അവിടെ ബോട്ട് അവിടെ കിടപ്പുണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല. രാവിലെ പക്ഷികളൊക്കെ നല്ല തകൃതിയായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. കാരണം ആർക്കാട് തിരക്കില്ലാത്ത കാരണം ഈ ഇതുങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അവിടെ നിർത്തി മീൻ പിടിക്കാൻ തോന്നുന്നു.
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വന്ന കാര്യം സാധിച്ചിരിക്കുകയാണ്. അവസാനം നമ്മുടെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ദേ വന്നിരിക്കുന്നു. നമ്മളെ സേവിയറേറ്റയും പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടോ, ഇത്രയും മനോഹരമായിട്ടുള്ള ബീച്ച് മൊത്തം നശിപ്പിച്ചിട്ടേക്കുക. അപ്പോൾ നമ്മൾ എല്ലാവരും ആ ഗ്രീൻ ഹൗസിലെ പയ്യനെ എല്ലാവരും അറിഞ്ഞം പറഞ്ഞും ട്രോളുന്നുണ്ട്. പക്ഷെ അവനാ ചെയ്യുന്ന ആ കാര്യത്തെ നിങ്ങൾ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? നമ്മൾ ആരും, ഇപ്പം ഞാൻ പോലും അതിനൊരു എഫേർട്ട് എടുക്കുന്നില്ല. ഇവിടെ മൊത്തവും ബീച്ചാണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാലറിയാം, ഇത്ര നല്ലൊരു ബീച്ചായിട്ട് മൊത്തത്തിൽ വേസ്റ്റാക്കിയിട്ടേക്കുവാണ്. അപ്പം ഇതുപോലെ സേവറിനെ പോലെ കുറേ ആൾക്കാർ അവർ ഉപജീവന മാർഗത്തിനായിട്ട് വേണ്ടിയാണ് പോലും ചെയ്യുന്നൊരു സേവനം വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൽ അറ്റ്ലീസ്റ്റ് അടുത്ത് മാറും. നമുക്കിവിടെ ഇതൊക്കെ പെരുന്നാളുണ്ടായ വേസ്റ്റാണ് ഇത്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് മാത്രമേ നടക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് യുവജനങ്ങളൊക്കെ നാട് വിട്ട് പോകുന്നത്? ഓർത്ത് ഇതൊക്കെയാണ് കാരണം. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവനെ എല്ലാവരും കൂടെ പ്രശ്നേഷ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവനെ അവൻ്റെ ഫാമിലി പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുക, അവനെ കളിയാക്കുക, അങ്ങനെ മൊത്തത്തിൽ അവനെ എങ്ങനെ ഒരു മോശക്കാരനാക്കുകയാണോ ആ രീതിക്ക് ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ മൊത്തം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു പ്ലാസ്റ്റിക് എടുത്ത് മാറ്റിയിടാൻ പറ്റുന്നുണ്ട്? യൂഹിത്തിനെ കളിയാക്കിയ ആൾക്കാർ തന്നെയാണ് ഈ വേസ്റ്റ് ഇട്ട ആൾക്കാർ. നിങ്ങൾ അവനെ കളിയാക്കാൻ ഒരിക്കലും യോഗ്യനല്ല. അറ്റ്ലീസ്റ്റ് ഒരു വേസ്റ്റിലെടുത്ത് മാറ്റിയിട്ടിട്ട് അവനെ കളിയാക്കുകയാണെങ്കിൽ ഒരർത്ഥമുണ്ട്. അവനെ എന്തേലും ആയിക്കോട്ടെ, എന്നാ അവൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ആയിക്കോട്ടെ, കണ്ടൻറ്റിന് വേണ്ടി ആയിക്കോട്ടെ, അവൻ ചെയ്യുന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ്. ഇപ്പോൾ ആ ചെയ്യാൻ നിങ്ങളുടെയൊക്കെ ഇതുപോലെ ബുള്ളിങ് കാരണം അവനെ പരിപാടിയെ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് അവൻ പറഞ്ഞ പോലെ എന്നാണ്, അധികാരികളുടെ ഇതൊക്കെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ കുറ്റമുണ്ട്, ഇത് നടത്തുന്ന ആൾക്കാരുടെ കുറ്റമുണ്ട്, പഞ്ചായത്തിൻ്റെ ഒക്കെ കുറ്റമാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ ആ പയ്യനെ കളയുന്നത് മോശമല്ലേ? അപ്പം എല്ലാവരും നിങ്ങൾ വരുമ്പോൾ മാക്സിമം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമ്മുടെ ബീച്ചസ് കൊണ്ടിട്ട് അത് നശിപ്പിക്കാതിരിക്കുക. നമുക്കെല്ലാം ഇത് കാണാൻ പറ്റും. വരുന്ന തലമുറയ്ക്കെങ്കിലും ഇത് കാണാൻ ഉള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. മാക്സിമം ആൾക്കാർ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. അവരെ പേഴ്സണലി അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മളവരെ പറ്റുമെങ്കിൽ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും അവരെ ഡീപ്രൊമോട്ട് ചെയ്യരുത് മാത്രമാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ബീച്ചിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ കാണുന്ന കടകളാണ് അതിന് കാരണം. ഇവിടെ ആരും ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഒന്നും വെക്കാറില്ല. കട നടത്തുന്നവർ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടത്. അതുപോലത്തെ അവിടുത്തെ ലോക്കൽ ഭരണസമിതിയുടെയും. ഇവരുടെ എല്ലാം ഉത്തരവാദിത്തങ്ങളാണ് ബീച്ചിൽ കാണുന്ന വേസ്റ്റിൻ്റെ പ്രധാന കാരണം. കച്ചവടം നല്ലതാണ്, പക്ഷേ നിങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കാതെ കച്ചവടം ചെയ്താൽ നാളെ ഇവിടെ ഇത്ര മനോഹരമായ ബീച്ചോ മത്സ്യസമ്പത്തോ ഒന്നും തന്നെ ഇല്ലാതെയാകും. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അർത്തുങ്കൽപ്പള്ളിയിലെ മാതാവിൻ്റെ സന്നിധിയിൽ നിന്നും. ദിസ് ഈസ് മീ അഖിൽ സൈനിങ് ഓഫ്.